2 ചാനലോ 5 ചാനലോ 7 ചാനലൊക്കെ ഉള്ള സ്പീക്കറുകളുള്ള ഓഡിയോ സിസ്റ്റങ്ങളിൽ ഓരോ സ്പീക്കറിനും ഒരേ ലെങ്ത് സ്പീക്കർ വയർ വേണോ, അല്ലെങ്കിൽ അതിന് വേണ്ട നീളത്തിലുള്ള സ്പീക്കർ വയർ മതിയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചോദ്യം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എന്നും പറയുമ്പോൾ തന്നെ 5.1 5.1 അല്ലെങ്കിൽ ഹോം തിയേറ്ററിന്റെ ബാക്കിൽ നിന്ന് നമ്മളെ ഫ്രണ്ട് ചാനൽ എന്ന് പറയുന്നത് ഇപ്പൊ കൂടി പോയാല് ഒരു 2 മീറ്റർ ദൂരത്തിൽ 2 സ്പീക്കർ ഉണ്ടാവും. സെന്റർ ചാനല് 1 മീറ്റർ ദൂരത്തിൽ ഉണ്ടാവും. സറൗണ്ട് റൈറ്റും സറൗണ്ട് ലെഫ്റ്റും 2 തരം ദൂരേക്ക്. ഇതിനെല്ലാം കൂടി സാധാരണ ഒരാൾ വാങ്ങുക ഒരു റോള് വയർ വാങ്ങും. അപ്പൊ ആ ഒരു റോള് വയർ മിക്കവാറും ഈ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഈ ടൈപ്പ് വയർ നമ്മളിപ്പോ ഒരു പറഞ്ഞ പോലെ 2 മീറ്റർ ഫ്രണ്ടിനും സെന്ററിനും അങ്ങനെ ഓരോ പീസും മുറിച്ച് കറക്റ്റാക്കി വൃത്തിയാക്കി വെച്ചു. അപ്പൊ എന്തായി, നമ്മളെ സ്പീക്കർ ഇപ്പോ എല്ലാം ഓരോന്നും 8 ohms ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം കാണിക്കാൻ എന്തെങ്കിലും ഒരു 8 ohms സ്പീക്കർ ഉണ്ട്. അപ്പൊ 8 ohms ആണെന്ന് വിചാരിക്കുക. അപ്പോ ഓരോ സ്പീക്കറിന്റെയും ഔട്ട്പുട്ട് കിടക്കുന്നത് 8 ohms ഔട്ട്പുട്ട് ഉള്ള ഓരോ ആംപ്ലിഫയർ 5 ആംപ്ലിഫയർ ഉണ്ടാവും. 5 ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് 8 ohms ആയിരിക്കും. 8 ohms ആകുമ്പോഴാണ് ആ 8 ohmsന് വേണ്ട വാട്ട്സ്. ഇപ്പോൾ 16 വാട്ട് 8 ohms എന്നാണെങ്കിൽ 16 വാട്ട് 8 ohmsല് 5 ചാനൽ ഉണ്ടാവും ഒരു ഹോം തിയേറ്ററിൽ. അങ്ങനെയാണെങ്കിൽ ഓരോ സ്പീക്കറിലേക്കും എത്തുന്ന വാട്ട്സ് ആ സ്പീക്കറിന്റെ ഓംസിനെ ആശ്രയിച്ചാണ് ആ വാട്ട്സ് വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്പീക്കർ വയറുകൾ കണക്ട് ചെയ്യുമോ, അത് ആ വെറൈറ്റി ആയിട്ട് പല നീളത്തിൽ കണക്ട് ചെയ്യുമോ, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യത ഉണ്ടോ? അപ്പൊ അത് ചെക്ക് ചെയ്യാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 8 ohms സ്പീക്കർ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ കാണിച്ച സ്പീക്കർ വയർ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ വയറുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ 8 ohms സ്പീക്കർ. ഇതിലെ വാട്ട്സ് ഒന്നും നോക്കണ്ട, നമ്മളിപ്പോ ഇതിന്റെ റെസിസ്റ്റൻസ് വഴി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് കാര്യമായിട്ട് നോക്കുന്നത്. അപ്പൊ അത് 8 ohms സ്പീക്കറാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആ 2 വയറും കൊടുത്തിട്ട് മാറ്റം നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഈ 8 ohms സ്പീക്കർ മൾട്ടിമീറ്ററിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കറക്റ്റ് 8 ohms റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പൊ 8 ohmsലേക്ക് നമ്മൾ സാധാരണ നമ്മൾ വാങ്ങി കൊടുക്കാറുള്ള ഈ സ്പീക്കർ വയറാണ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. ഇതൊരു 10 മീറ്റർ വയറാണ്. നമ്മളിപ്പോൾ സറൗണ്ടിലേക്ക് കൊടുക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം വെച്ചിട്ട് ഒരു കണക്കൂട്ടലിൽ നമ്മളിപ്പോൾ സറൗണ്ട് സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു കണക്കൂട്ടലിലാണ് ഇത് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മറ്റേ അറ്റാണ് ഈ കാണുന്നത്. ഇനി നമ്മളിത് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇപ്പോൾ 8 ohms കാണിച്ച സ്പീക്കർ നമ്മളിവിടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 30 ohms 29 26 അങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പൊ 26 ohms റെസിസ്റ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇംപെഡൻസ് 8 ohms ഉള്ള സ്പീക്കറും നമ്മൾ വയർ 10 മീറ്റർ കണക്ട് ചെയ്തപ്പോൾ അത് 26 ohmsലേക്ക് ഈ സ്പീക്കർ മാറി. അടുത്തത് നമ്മളുടെ ഇലക്ട്രിക് വയർ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഇവിടെ സ്പീക്കറിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പീക്കർ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് 8 ohms സ്പീക്കറാണ്. അതാണ്ടോ 8 ohms സ്പീക്കറാണ് മീറ്റർ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിന്റെ മറ്റേ അറ്റാണ് ഈ കാണുന്നത്. ഉണ്ടോ വയർ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ ഓംസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 ohms തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ വയർ 10 മീറ്റർ കൊടുത്തപ്പം 26 ohmsഉം ഈ വയർ 10 മീറ്റർ കൊടുത്തപ്പം കറക്റ്റ് 8 ohms തന്നെ കാണിച്ചു. ഇനി ഒന്നുകൂടെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീറ്റർ നമ്മൾ നേരത്തെ കണ്ട അതേ സ്പീക്കർ വയറിന് കഷ്ണം ഞാൻ ഈ സ്പീക്കറിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓംസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് 8 ohms തന്നെയാണ് കാണിക്കുന്നത്. 8 ohms 9 ohms എന്നാലും കുഴപ്പമില്ല. 8 ohms 9 ohmsനടുത്ത് അതിന്റെ ഓംസ് ഇംപെഡൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നമ്മളിതിപ്പോൾ ഈ പറഞ്ഞ ദൂരം നമ്മളുടെ ഫ്രണ്ട് ചാനലിലേക്കാണെന്ന് വിചാരിക്കാം. ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഈ ദൂരമാണെങ്കിൽ നമുക്ക് സ്പീക്കറിൽ 8 ohms തന്നെ ലോഡ് നമ്മളെ ആംപ്ലിഫയറിൽ കിട്ടും. നമ്മളെ സറൗണ്ടിൽ 10 മീറ്റർ ദൂരത്താണെങ്കിൽ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ഈ വയറിന്റെ ആ റെസിസ്റ്റൻസ് കൂടിയിട്ട് 26 ohms നമ്മളുടെ ഇതിന്റെ സ്പീക്കറിന്റെ ആംപ്ലിഫയറിൽ ലോഡ് വരും. 26 ohms ലോഡ് വരുമ്പോൾ ഇതിൽ 20 watts എന്ന് എഴുതിയത് എത്ര വാട്ട്സിലേക്ക് വ്യത്യാസം വരും എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പത്തെ പണ്ടത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ 20 watts ഔട്ട്പുട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറിന് നമുക്ക് കിട്ടുക ഏകദേശം ഇപ്പോൾ 26 വെച്ച് കണക്കൂട്ടാണ്. ഞാൻ ഒരു ആവറേജ് പറയാം കണക്കൂട്ടാതെ ഒരു 5 watts 10 wattsന്റെ ഉള്ളിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ആ ലോങ് കണക്ഷൻ കൊടുത്ത സ്പീക്കറിന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതേസമയം നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുത്തതിന് നമുക്ക് നല്ല സൗണ്ട് ഫീൽ ചെയ്യും. ഇതിങ്ങനെ ഒരുപാട് പേർക്ക് ഈ വീടുകളിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഫ്രണ്ട് ചാനലിന്റെ സൗണ്ടുകൾ നമ്മൾ ഫുൾ ഇട്ടാലും റിയർ സറൗണ്ട് ചാനലിന്റെ സൗണ്ട് നമ്മൾ ഫുൾ ഇട്ടാലും നമുക്ക് ഫ്രണ്ടാണ് കൂടി കേൾക്കുക. അപ്പൊ ആ കൂടി കേൾക്കുന്നതിന്റെ പ്രധാന കാരണമാണ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തെടുത്ത ഈ സംഭവം. അപ്പൊ അതിന് പരിഹാരം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വയറിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞ പോലെ നമ്മളുടെ വയർ കുറെ ലോങ് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഗേജ് കൂടിയ വയറുകൾ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കൃത്യമായ ലോഡ് റെസിസ്റ്റൻസ് ഒക്കെ അവിടെ എത്തുള്ളൂ. കാരണം ഇതിന് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും ഗേജ് കൂടിയ വയറായതുകൊണ്ട്. മറ്റേ വയർ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം അത് നേരെ വയറാണ് വരുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ്.
അപ്പോൾ നമ്മൾ എല്ലാ സ്പീക്കറിനും ഒരേ ലെങ്ത് വയർ വേണമെന്ന് ചോദിച്ചാൽ അത് ഒരേ ലെങ്ത് വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം സറൗണ്ടിന് വേണ്ട അതേ ലെങ്ത്തിൽ നമ്മൾ ഫ്രണ്ട് വയറിങ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അതിൻ്റെ സറൗണ്ടിൻ്റെ അതേ സൗണ്ട് എഫക്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുള്ളൂ. അത് തന്നെ സെൻറ്ററും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഫ്രണ്ട് ചാനലിന് അതേ റെസിസ്റ്റൻസ് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ സറൗണ്ടിൻ്റെ വയറിങ് മാറ്റുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കണ്ടന്റ്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ എന്തെങ്കിലും സംശയം പറയാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.